അതും കിട്ടി. നിന്നല്ല കളി കണ്ടില്ലേ? ഇന്ത്യ എന്നല്ല ജയിച്ചൂലേ? ആരാടാ സ്കോർ ചെയ്തേ? യുവരാജും റെയിന് നല്ല അടി അടിച്ചോടാ. ഇന്ന് വൈകിട്ട് ഒരു മാച്ച് ഉണ്ട്. ആരാടാ? അത് അവിടുത്തെ പൊക്കത്തെ പിള്ളേരുമായിട്ടാ. നല്ല കളിയാവുമാര്. നമുക്ക് അവനെ വിളിക്കണ്ടേ? ഓ, അവൻ അവിടെ ഉണ്ടോടാ? ഇല്ലടക്ക് അവൻ അമ്പലത്തിൽ പോയിന്നാണ്. പറഞ്ഞ് നാക്കെടുത്തില്ല. ദേ വരുന്നു അവൻ. വാടാ. നീ വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് വൈകുന്നേരം ഞങ്ങളൊക്കെ മാച്ച് കളിക്കാൻ പോകുന്നുണ്ട്. നീ ഉണ്ടാവില്ലേ? നീ വേണം ഞങ്ങൾ ജയിക്കണം. വന്നോളൂ, പറ്റിക്കരുത് ഞങ്ങളെ. നീ എന്തായാലും വരണട്ടാ. എൻ്റെ ആരും ഉറപ്പില്ലടാ. അച്ഛൻ കൃഷി ഓഫീസിൽ പോയിക്കാ. പറമ്പിലാണെങ്കിൽ കുറെ പണിയുണ്ട്. അതിന് പണി ചെയ്യാൻ ഒരാളെ നിർത്തിയ പോരെ? നീ തന്നെ ഒറ്റയ്ക്ക് എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കണത്? അത് മുതലിക്കലടാ. ഒരാളെ പണിക്ക് തുടങ്ങി ദിവസം 650 രൂപ കൊടുക്കണം. 650 രൂപയോ? എന്നാ പിന്നെ +2 കളയ്ക്കാൻ പോയ പോരെ? +2 കഴിഞ്ഞിട്ട് അങ്ങനെ എൻട്രൻസ് എക്സാം പാസ് ചെയ്തെങ്കിൽ നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരണടാ. അല്ലെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂല. അത് ശരിയാ. എനിക്ക് എങ്ങനെയായാലും ക്യാബിൻ ക്രൂ ആയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല മാർക്ക് വേണം. അതിനാദ്യം നീ പഠിച്ച് പാസ്സാകും. എന്നിട്ടാണ് ക്യാബിൻ ക്രൂ. നിനക്ക് ആരാവാൻ ഇഷ്ടം? എനിക്ക് ഒരു കൃഷി ഓഫീസറാണ്. അതെന്താടാ അങ്ങനെ? അതൊക്കെ ഉണ്ട്. നിന്റെ അനിയൻ വരുന്നേ. അതരങ്കിച്ചപ്പൻ താരം വന്നല്ലോ. സമയം പോയി. പറമ്പിൽ പഴയ പോട്ടെ. വൈകിട്ട് വന്നോളൂട്ടോ. നോക്കാം. ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാം. അപടം പിടിച്ചെടുക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളെ പോലെ ഒരുത്തങ്ങടാ. അവൻ സഹായികളെ കണ്ടില്ലേ? ചിരിക്കണ്ട, അവന് സഹായിക്കലും ചെയ്തോളെ. അത് പോവാൻ നോക്ക്, വീട്ടിൽ പോവാൻ നോക്ക്. ചെല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ വീട്ടിൽ പോയിരുന്നു? എന്നാ വാ, ഞാൻ ഉണ്ടാക്കാം. എന്റെ ബാഗോ? ഇയാളാരാടാ നമ്മളെ ഉദ്ദേശിക്കാൻ? വലിയൊരു പുണ്യാളം വന്നല്ലോ. ഒന്ന് പോട കേട്ടെ. അപ്പൊ ശരി, വൈകിട്ട് കാണാം. കാണാം. ഓക്കെ.
വണ്ടോ ഞാൻ വണ്ടോ എനിക്ക് വേണം പിന്നെടാ തർക്കം വേണ്ട നമുക്ക് അവനോട് തീരുമാനിക്കാം അവൻ ഓപ്പണിംഗ് ഇറങ്ങിക്കോട്ടെ ഓപ്പണിംഗ് ഇറങ്ങി അത് പറ്റില്ല ഞാൻ കേൾതാവട്ടോ. നീ ശരിയാവില്ല അവൻ മറ്റേ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് നമ്മുടെ മെയിൻ പ്ലെയർ അവൻ ക്യാപ്റ്റൻ അല്ലേ വാതില് കൂട്ടിക്കാണോടാ നിങ്ങളായിരുന്നോ അവൻ പറമ്പിൽ പോയേക്കോ മക്കളെ? പറമ്പിലോ? പ്രശ്നമായില്ലോടാ. ഞാൻ അവന്മാരെ വിളിച്ചിട്ട് ആ ടീമിനെ വിളിച്ചിട്ട് നീ ഒറ്റയ്ക്ക് പൊക്കോളൂ. നീ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നീ ഇവിടെ തിരിച്ചു പോകാൻ ഞാൻ ഗ്രൗണ്ടിൽ കയറിട്ടൊന്നും. ആ ശരി നമുക്ക് അങ്ങനെ പോവാം. വാ നീ വാ നമുക്ക് പോവാം. ഇന്ന് എങ്ങനെയെങ്കിലും ജയിക്കണം കേട്ടോ. അവനോട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ എന്തിന്റെ കേടാ ഈ പാടത്ത് നേരം? അവിടേക്ക് നടന്നെത്തണെങ്കിൽ കൊറേ ചെളി ഉണ്ടല്ലോ. എങ്ങനെ എന്ന് ഈ ചെളിയിൽ പോയി പണിയെടുക്കണേ? അറപ്പില്ലേ അവന്? ചെരുപ്പ് പോയടാ. അങ്ങടേക്കൊക്കെ ഇവിടെ കറക്ക. ഈ കാലമാറിന്റെ സ്ഥലം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പോയിന്ന്. ചെരുപ്പടാ ഒരു ചെരുപ്പ് പോയി. നല്ല സ്ഥലൊക്കെയാ. ചെക്കൻ്റെ ഒരു ചേറ് ബഹളാണല്ലോ ദൈവമേ. ഇന്നൊരു നാണല്ലേ മേല് മുഴുവൻ ചേറ് പോയി. വേഗം വാടാ. ആ ചേരൊക്കെ കൂട്ടിയില് പിന്നെ നാണെന്ന് പറഞ്ഞ സാധനം വേണ്ട. പ്രാന്തായി. ഇതൊക്കെ സ്പീഡ് നടക്കടാ. കുഴി കുഴി പണി കഴിഞ്ഞില്ല നിന്റെ? നീ ഞങ്ങളോട് വരാന്ന് പറഞ്ഞിട്ട് എന്താടാ? വായോ കളിക്കണ്ടേ നമുക്ക്? അടാ പണി കഴിഞ്ഞില്ലേ? ഇന്ന് കളിക്കണ്ടേ നമുക്ക്? നീ മറന്നാ? ഇവിടേക്ക് കുറച്ചുകൂടി പണിയുണ്ട്. അച്ഛൻ കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെ തീർക്കണം? നിന്റെ ഒരു പണി. നീ ഏത് നേരം നോക്കിയാലും ഈ ചെളി കിടന്നതിനെ പണി എടുക്കണേ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നാണല്ലേ നിനക്ക്? നീ എപ്പോഴെങ്കിലും ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്നിട്ടുണ്ടോ ഇതുവരെയായിട്ടും? ഏതെങ്ങോണ്ടോ ഇടയ്ക്ക് ഈ ചെളിയിലൊക്കെ കുളിച്ച് നിനക്ക് എന്തിട്ട് സന്തോഷമാണ് നിനക്ക് കിട്ടണം? എനിക്ക് മനസ്സിലാവണല്ലേ. അതങ്ങനെയല്ല. എങ്ങനെയല്ല? ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ നീ പറയണേ? സ്വന്തം വിയർപ്പൊഴുക്കി ഭക്ഷണം കഴിക്കുന്നതിന് സുഖമൊന്നും വേറെ തന്നെ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നീ മുമ്പൊക്കെ വരാറുന്നല്ലോ കളിക്കാൻ. ഇപ്പൊ എന്താ അതുപോലും ഇല്ലല്ലോ. ഡാ ഈ ഷർട്ട് ഇതൊക്കെ ആകെ ചെളിയായാലോ. എനിക്കിതൊന്നും തീരെ പിടിക്കണല്ലേ. ഇമാരി എനിക്ക് ചറപ്പ് ഈ ചെളി എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ വെറുത്തു ചെളി. മുമ്പ് ഞാനും നിങ്ങളെ പോലെ ആയിരുന്നു. മണ്ണും ചെളിയൊക്കെ എനിക്ക് അറപ്പായിരുന്നു. എല്ലാ ദിവസവും ചെളിയിൽ മുങ്ങി കുളിച്ചു വരുന്ന അച്ഛനെ കണ്ട ഞാൻ വളർന്നത്. ഒരു ദിവസം അച്ഛൻ എന്നെ പറമ്പിലേക്ക് കൊണ്ടുപോയി. ഒരു ചെടി വെച്ച് അതിനും വെള്ളവും വളവും കൊടുക്കാൻ പറഞ്ഞു. ഞാനതിനെ പരിപാലിച്ചു. പിന്നെന്ത് സംഭവിച്ചു? ആ ചെടിയുടെ വളർച്ച എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ ചെടിയും ഇപ്പോഴത്തെ പണിയും തമ്മിൽ നിനക്ക് എന്തിന്റെ ബന്ധം? അന്നു മുതൽ ഞാൻ മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായി മാറുകയായിരുന്നു. ശരിക്കും നീ അന്ന് തൊട്ട് ആ ചെടി വലുതായോ അതോ അത് വെറുതെ കേടി വന്നു പോയോ? അന്ന് ഞാൻ ഒരു ചെടിയാണ് നട്ടത്. എന്നാൽ ഇന്ന് ഞാനും അച്ഛനും കൂടി നട്ടതാ ഈ കാണുന്നത് മുഴുവൻ.
ഇപ്പൊ പറിച്ചെടുത്ത നല്ല ഫ്രഷ് കപ്പയുണ്ട്. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിച്ചിട്ട് പോവാം. ആ ആയേക്കാം. അതിനെന്താ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇഷ്ടമില്ലാത്ത ആളാ. കപ്പ എങ്ങനെയാണാവോ? ഞാൻ ഇതുവരെ സ്വന്തം പറമ്പിന് അങ്ങനെ അങ്ങനത്തെ കപ്പൊന്നും കഴിച്ചിട്ടില്ല. വരുന്നില്ലോ. എന്താ ചമ്മന്തിക്ക് കുറെ എവിടെയായിരുന്നു? എന്താ ലേറ്റ് പോയാ? ഒരു പരിപാടി കഴിഞ്ഞോ? ബാക്കിയൊന്നുമില്ലടാ. കണ്ടാലേ അടിപൊളി. ജീവിതത്തിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അടിപൊളിടാ. ഞാൻ അതേവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. സൂപ്പറായി. എനിക്ക് ഭാവി ഉണ്ടോ? ഭാവി കണ്ടല്ലേ ഇത് ഞാൻ കഴിച്ചാലേ കിട്ടിയ. എനിക്കിത്തിരിയാടാ. പ്ലേറ്റ് പിടിച്ച് വലിക്കും. എനിക്കാടാ. ഇങ്ങോട്ട് കൊടുക്കണടാ. നല്ല കപ്പയായിരുന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞില്ല. ഇനി എന്തല്ലേ? ഇനിയും പണിയുണ്ട്. പോണം. ഇനിയും പണിയോ? ഇന്നൊരു കാര്യം ചെയ്യ്. നിന്റെ കൂടെ ഞങ്ങളും വന്നോട്ടെ പണി ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം. പെട്ടെന്ന് തീരുമല്ലോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി ബാറ്റ് നിർത്തി. അവനെവിടെയാ? വൈശാഖ എവിടെയാ? അവനൊരു അഡ്മിഷൻ പോയിക്കുക. അഡ്മിഷനോ? അവൻ ഈ മണ്ണൂത്തിയിൽ അഗ്രികൾച്ചറിന്റെ ഒരു അഡ്മിഷൻ ഉണ്ട്. അഗ്രികൾച്ചർ കോഴ്സ്. അതിനെ പോയിക്കുക അവൻ. എന്തായാവോ? നീ ഒന്ന് വിളിച്ചു നോക്കിയപ്പോ ചിലപ്പോ എത്തിണ്ടാവും. അതുകൊണ്ട് അവൻ രാവിലെ പറഞ്ഞത്. വിളിച്ചടാ. വലിയ ഫോണാണ്. ഇന്ത്യക്ക് കുറെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ആടാ ഞാനടാ. നീ ഇപ്പൊ എവിടെയാ? വീട്ടിലുണ്ടോ? ഇന്ന് ഇവിടെ വരുമോ? ഞങ്ങളിവിടെ ഉണ്ട് വെറുതെ. ശരി ശരി. അവൻ വരാന്ന് പറഞ്ഞേ. അവൻ എത്തിയാ? കിട്ടിയണോ? അന്ന് അവനെ കൃഷിയുടെ അന്നത്തെ ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരിക. നമ്മളവനെ അത്രയൊന്നും പറയാൻ പാടില്ല. കൃഷിനെ കുറിച്ച് നമ്മൾ എത്ര കുറ്റങ്ങളാ പറഞ്ഞേ. അന്ന് കപ്പയുടെ രുചി ഇപ്പോഴും ഉണ്ട് വായില്. കിട്ടിയാ തരുന്നത് അമ്മേ. അഡ്മിഷൻ ഉണ്ടായി. സീറ്റ് ഉറപ്പിച്ചു. പൈസ കാര്യമൊക്കെ നീ പേടിക്കണ്ട. എന്തിനും ഞങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഞങ്ങൾ ചെയ്തു തരാം. പേടിക്കണ്ട. ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടും. എന്തായാലും